നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനത്തിൻ്റെ കൂളൻ്റ് ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ, അതോ എപ്പോഴാണ് ഇത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ത്യാഗരാജൻ രാജനാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: നമ്മുടെ കാറിൻ്റെ റേഡിയേറ്ററിൽ വെള്ളം എപ്പോഴാണ് ഒഴിക്കേണ്ടത്? സർവീസിന് കൊണ്ടുപോകുമ്പോൾ അവർ ഒഴിക്കുമോ? ഒന്ന് പറഞ്ഞു തരാമോ? 100%. അതായത് വാഹനത്തിൽ വെള്ളം ഒഴിക്കുന്ന അല്ലെങ്കിൽ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുന്ന എന്നുള്ളൊരു ചിന്തയൊന്ന് മാറ്റുക. വെള്ളം പഴയ കാലഘട്ടത്തിലൊക്കെയാണ് ഈ വെള്ളം ഒഴിക്കുക എന്നൊക്കെ പറയുന്നത്. ശരിക്കും വെള്ളം ഒഴിക്കുന്ന പ്രോസസ്സ് ചെയ്യാൻ പാടില്ല. ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രം, അതായത് സാധാരണ പച്ചവെള്ളം ഒഴിക്കരുത്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്ന വെള്ളം ഒഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഈ സാധാരണ വെള്ളവും ഡിസ്റ്റിൽഡ് വാട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്റ്റിൽഡ് വാട്ടറിനകത്ത് മിനറൽസ് വരുന്നില്ല. അത് മിനറൽസ് വരാത്തതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ വാഹനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, റേഡിയേറ്റർ തുറന്ന് നോക്കുന്ന സമയത്ത് ചെളി പോലെ അതിനകത്ത് കിടക്കുന്ന കാണാൻ സാധിക്കും. ഈ ചെളി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനറൽ വാട്ടറിനകത്ത് ഒരുപാട് നേരം തിളച്ച് പിന്നെയും തണുത്തു, പിന്നെയും തളർത്തു ഈ ഒരു രീതി ചെയ്യുന്ന സമയത്ത് ആ മിനറൽസിന് ഉണ്ടാകുന്ന പ്രോപ്പർട്ടി ചേഞ്ച് കൊണ്ടാണ് ഇതിനകത്ത് ഈ ചെളിയുടെ അംശം പോലെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം. ഒരു കാരണവശാലും പച്ചവെള്ളം അല്ലെങ്കിൽ മിനറൽ വാട്ടർ മേടിച്ച് വാഹനത്തിൻ്റെ റേഡിയേറ്ററിൽ ഒഴിക്കാൻ പാടില്ല. ഇതൊന്നാമത്തെ സ്ട്രെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി മെയിൻ കാര്യത്തിലോട്ട് വരാം. വാഹനത്തിൻ്റെ കൂളൻ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പ്രോപ്പറായിട്ടുള്ള സർവീസാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും റേഡിയേറ്ററിൻ്റെ കൂളൻ്റ് നോക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ, സജസ്റ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ എപ്പം നോക്കണമെന്ന് ചോദിച്ചാൽ, ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്വന്തമായിട്ടൊന്ന് എല്ലാം ഒന്ന് തുറന്ന് നോക്കുന്ന പോലെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അത് മാത്രം, ജസ്റ്റ് നല്ലതായിരിക്കും എന്നുള്ളൊരു സജഷൻ മാത്രം ഞാൻ തരത്തുള്ളൂ. അല്ലെങ്കിൽ അത് ചെയ്തേ പറ്റൂ എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പിന്നെ അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, അപ്പോൾ ഈ റേഡിയേറ്ററിൽ വല്ല ലീക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ അറിയാം? 100% അതുപോലെ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്ററിൽ അത് ഓവർ ഹീറ്റിൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിച്ചിരിക്കും. ഓവർ ഹീറ്റ് ആയതിനു ശേഷമല്ല കാണിക്കുന്നത്. ഓവർ ഹീറ്റ്, അതായത് ഒരു പരിധിയിൽ കൂടുതൽ ഹീറ്റ് തുടങ്ങുമ്പോഴത്തേക്ക് ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നതായിരിക്കും. പക്ഷേ ലോങ് ഡ്രൈവ് പോകുമ്പോൾ എന്തുകൊണ്ട് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലോങ് ഡ്രൈവ് പോകുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒരു ഇൻസ്പെക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്ന് ഷോറൂമിൽ കൊടുത്തിട്ട് ജനറൽ ചെക്കപ്പ് ചെയ്തിടുന്നത് ഏറ്റവും നല്ലതായിരിക്കും, ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ കൂളൻ്റ് നോക്കുന്നത് സർവീസ് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ നോക്കുമെന്ന് ചോദിച്ചാൽ 100% നോക്കും സർവീസിന് കൊടുക്കുകയാണെങ്കിൽ. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്ക് സൗണ്ടായിട്ട് കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് കാണിച്ചു, ബ്രേക്ക് സൗണ്ട് അവർ നോക്കി ക്ലിയർ ചെയ്ത് തന്നു, പക്ഷേ ഒരു കാരണവശാലും കൂളൻ്റോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കത്തില്ല. 100% ഉറപ്പുള്ള കാര്യമാണ്. അന്നേരം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വാഹനം സർവീസിന് കൊടുക്കുകയാണല്ലോ, അതായത് കൃത്യമായിട്ട് പീരിയോഡിക്കായിട്ടുള്ള സർവീസ് 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം കൂടുന്തോറുള്ള സർവീസിന് നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അവരോട് നോക്കാൻ പറയണം. ഇൻ കേസ് കൂളൻ്റ് മാറാനുള്ള സമയമായിട്ടുണ്ട്, മാസക്കണക്കായിട്ടുണ്ട് അല്ലെങ്കിൽ വർഷക്കണക്കായിട്ടുണ്ട്, പക്ഷേ കിലോമീറ്റർ ആയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാറാതെ ഇരിക്കരുത്. കൃത്യം 2 വർഷം കൂടുന്തോറും കൂളൻ്റും കാര്യങ്ങളൊക്കെ മാറി വിട്ടോണം. 2 വർഷം അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ കൂടുമ്പോൾ കൂളൻ്റ്, ബ്രേക്ക് ഫ്ലൂയിഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറി വിട്ടോണം. അല്ലെങ്കിൽ ഇതിനെല്ലാം കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് മാറാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ, കൂളിംഗ് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നമ്മുടെ വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മളിത് കൃത്യമായിട്ട് നോക്കി പൊക്കോണം. കൂളൻ്റ് മാറേണ്ട കൃത്യസമയത്ത് തന്നെ മാറി വിട്ടോണം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് ഞാൻ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. കാരണം ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ട് പ്രോപ്പറായിട്ട് ഗ്യാപ്പ് അടച്ചില്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അറിയാൻ മേലാത്ത പണി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഈ റേഡിയേറ്ററിൻ്റെ കാര്യത്തിലൊക്കെ വരികയാണെങ്കിൽ അത് ഓവർ ഹീറ്റൊക്കെ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.